ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പല പല പഴവർഗ്ഗങ്ങൾ നമ്മൾ വയ്ക്കാറുണ്ട്. പല വീട്ടിലും പോയി നോക്കി കഴിഞ്ഞാൽ പല വർഗ്ഗങ്ങൾ വയ്ക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇതേപോലത്തൊക്കെ കാണാറില്ല. ഇതാണ് ബീനട്ട് എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൽ ഇഷ്ടംപോലെ കാ പിടിക്കും. അണ്ടിപ്പരിപ്പ് പോലെയാണ് പിടിക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റാണ് ഈ സാധനം. നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കുരുവുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തൊരു ആട പോലത്തെ ഒരു സാധനമുണ്ട്. അത് കളഞ്ഞിട്ട് കഴിക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും അണ്ടിപ്പരിപ്പ് നമ്മളിങ്ങനെ കഴിക്കുന്ന ടേസ്റ്റ്, ആ ടേസ്റ്റ് ഉണ്ടാകും. എന്ന് പറഞ്ഞത് പായസത്തിന് അണ്ടിപ്പരിപ്പ് പോലെ അതിൻ്റെ ഇത് ഇടാൻ പറ്റത്തില്ല. ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ഈ കളറാകുമ്പോൾ പൊട്ടിച്ച് കഴിച്ചോളണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വേറെ കളർ വരും. പിന്നെ അപ്പോൾ കഴിക്കുമ്പോൾ നമുക്കൊരു ചുവ വരും. ഇത് ചെടിയുടെ ഇടയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല രസം. കൊല കുത്തി പിടിക്കും. നമ്മൾ ഒരു ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേ കായ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരു മൂടൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൊമ്പ് എത്ര വളരുന്നുണ്ടോ, അതിൻ്റെ ശിഖരം എത്ര വളരുന്നുണ്ടോ, അപ്പോൾ അതിനനുസരിച്ച് കായ ഉണ്ടാവും. ഒരു കൊത്തിനകത്തൊക്കെ ഒരു 10, 30, 40 കായൊക്കെ ഉണ്ടാവും. ഇത് നല്ല രസമാണ് ഇത് കാണാൻ. നമ്മളിങ്ങനെ നിർത്തി നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ നമ്മളും അങ്ങനെ കണ്ടിട്ടില്ല വലിയ വീട്ടിലൊന്നും. ഇത് അപൂർവമായിട്ടുള്ള വീട്ടിലേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു കൂട്ടുകാരൻ്റെ വീട്ടിലാണെങ്കിൽ ഇത് കണ്ടമാനമുണ്ട്. അവിടെ നിന്നാണ് ഞാനിത് പൊട്ടിച്ച് കഴിക്കുന്നത്. ഞാൻ എൻ്റെ അരി കൊണ്ട് വെച്ചിട്ട് കുറേ മുളപ്പിച്ചിട്ടുണ്ട്. കാ പിടിച്ചിട്ടില്ല. ഇതുകൊണ്ട് ഒരു കൊത്തിനകത്ത് ഇതേപോലെ പിടിച്ചിരിക്കുക. കണ്ടമാനം പിടിക്കും. ഇതിന് നല്ല നനവ് കൊടുത്താൽ മതി. നനവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം കാ പിടിക്കും. ഇതിന് ആദ്യമൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കടയിൽ വിപണിയിലൊന്നും മേടിക്കാൻ കിട്ടത്തില്ലെന്നുണ്ട്. ഇതിപ്പം ഉള്ളവരാരും പുറത്തോട്ട് കൊടുക്കത്തില്ല. ഇടയ്ക്ക് തിന്നോണ്ടിരിക്കാൻ കുഴപ്പമില്ല. ഒരു ചുവയില്ല, ഒന്നുമില്ല, മധുരമൊന്നുമില്ല. നമ്മൾ അണ്ടിപ്പരിപ്പ് കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. ഇത് വയ്ക്കാൻ പറ്റുന്ന എല്ലാവരും വയ്ക്കാൻ ശ്രമിക്കുക. ഇത് വയ്ക്കാൻ വലിയ മുടക്കമൊന്നുമില്ല. എവിടെ വെച്ചാലും വളമൊന്നും വേണമെന്നില്ല. നനവ് മാത്രം മതി. ഇതിന് വളം പ്രത്യേകിച്ച് കൊടുക്കണമൊന്നുമില്ല. വളം ഉണ്ടെങ്കിൽ ചിലപ്പം കാ കൂടുതൽ കിട്ടുമായിരിക്കാം. അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഈ പഴത്തിൻ്റെ കളർ ഒരു